സ്കൂൾ കലോത്സവ സ്വാഗതഗാന വിവാദത്തിൽ നിന്ന് പിന്മാറി വിദ്യാഭ്യാസ മന്ത്രി. അവതരണ ഗാനം പഠിപ്പിക്കാൻ പ്രശസ്ത നടി 5 ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടെന്ന പ്രസ്താവന പിൻവലിച്ചു. നൃത്താവിഷ്കാരം ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും വിവാദം ഇതോടെ അവസാനിപ്പിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി. കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എടത്വ സ്വദേശി ആൽവിൻ ജോർജിന് വിട നൽകി ജന്മനാട്. മൃതദേഹം എടത്വ സെയിന്റ് ജോർജ് ഫൊറോനാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. മന്ത്രി സജി ചെറിയാൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയേൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണന്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിവാദ പരാമർശവുമായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ യാദവ്. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം പ്രവർത്തിക്കുമെന്ന് പറയാൻ മടിയില്ല. ഏകീകൃത സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ജസ്റ്റിസ് ശേഖർ യാദവ്. ഭരണഘടനാ ലംഘനമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. ജഡ്ജിക്കെതിരെ നടപടി വേണമെന്നാവശ്യം. ഡൽഹിയിലെ സ്കൂളുകൾക്ക് വീണ്ടും വ്യാജ ബോംബ് ഭീഷണി. ഭീഷണി സന്ദേശമെത്തിയത് 40 സ്കൂളുകൾക്കെന്ന് പോലീസ്. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ ആം ആദ്മി പാർട്ടി രംഗത്ത്. ഡൽഹിയിലെ ക്രമസമാധാന നില തകർന്നുവെന്ന് വിമർശനം. പെൻഷൻ തട്ടിപ്പിൽ അന്വേഷണം തുടർന്ന് സർക്കാർ വകുപ്പുകൾ. 74 ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് മൃഗസംരക്ഷണ വകുപ്പ്. പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. വിശദാന്വേഷണം നടത്താൻ അണ്ടർ സെക്രട്ടറിക്ക് നിർദ്ദേശം. സീരിയലുകൾക്കെതിരായ പരാമർശത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ചില സീരിയലുകൾ മാരകമായ വിഷം. തന്റെ അഭിപ്രായത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിച്ചെന്നും പ്രേംകുമാർ. റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ. സഞ്ജയ് മൽഹോത്ര പുതിയ RBI ഗവർണറാകും. നിലവിലെ RBI ഗവർണർ ശക്തികാന്ത ദാസ് നാളെ പടിയിറങ്ങും.